ബിസിനസ്സിൽ മുന്നേറിയ പല കേരള ബ്രാൻഡുകളെയും റാഞ്ചുകയാണ് ദേശീയ അന്തർദേശീയ കമ്പനികൾ. ഈസ്റ്റേൺ മുതൽ മണപ്പുറം ഫിനാൻസ് വരെ നീളുകയാണ് ആ പട്ടിക. എന്താണ് ഇതിന് കാരണം? ആദ്യം ഏതൊക്കെ ബ്രാൻഡുകളെ വൻകിട കമ്പനികൾ ഏറ്റെടുത്തു എന്ന് നോക്കാം. 80കൾ മുതൽ ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മുൻനിര ബ്രാൻഡുകളായിരുന്നു നിറപറയും ബ്രാഹ്മിൻസും. കാലടിയിൽ 1976 നിറപറയുടെ തുടക്കം. അരി മുതൽ കറുപ്പൊടികൾ വരെ നിറപറ ബ്രാൻഡിൽ പുറത്തിറങ്ങി. 2022 അസീം പ്രേംജിയുടെ വിപ്രോ നിറപറയെ ഏറ്റെടുക്കുന്നത്. 1987 തൊടുപുഴയിൽ ആരംഭിച്ച ബ്രാഹ്മിൻസിനെയും വിപ്രോ തന്നെയാണ് സ്വന്തമാക്കിയത്. 2023 ഇത്. ഈ ഏറ്റെടുക്കലുകൾക്ക് മുമ്പ് 2021 ഈസ്റ്റേണിനെ നോർവേ ആസ്ഥാനമായ ഓർക്കല സ്വന്തമാക്കിയിരുന്നു. നിശ്ചിത ശതമാനം ഓഹരികളാണ് നോർവീജിയൻ കമ്പനി ഏറ്റെടുത്തത്. കേരളത്തിലെ മുൻനിര ഇലക്ട്രോണിക്സ് ആൻഡ് ഗ്രോസറി റീറ്റെയിൽ ചെയിനായ അജ്മൽ ബിസ്മിയെ റിലയൻസ് ഏറ്റെടുത്തതും ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോഴിതാ മണപ്പുറം ഫിനാൻസിനെ US നിന്നുള്ള ബെയിൻ ക്യാപിറ്റൽ ഏറ്റെടുക്കാനുള്ള നീക്കവും നടക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയ ഇത്തരം കമ്പനികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.